ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു, പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി, ഇസ്രായേൽ അത് അനുഭവിക്കും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രവാചകൻ വിഡ്ഢിയായി തോന്നുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായൊരു വ്യക്തി പറയുന്നത് ഭ്രാന്തായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വചനം പറഞ്ഞു തരുന്നു. അതിൻ്റെ കാരണം വലിയ അപരാധവും വിദ്വേഷവും നമ്മളുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ വലിയ അപരാധവും വിദ്വേഷവും നമ്മൾ എടുത്ത് മാറ്റണം. ഇനി ഈ കാലഘട്ടത്തിൻ്റെ ഒരു അടയാളം കൂടെയാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ളൊരു പ്രവാചകനെ ഭ്രാന്തനായി അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ പറയുന്നൊരു വിഡ്ഢിത്തമായി അവർക്ക് ആ കാലഘട്ടത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, അത് പ്രവാചകൻ്റെ കുഴപ്പമല്ല, ആ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. ആകയാൽ ആ കാലഘട്ടത്തിൻ്റെ തിന്മകളെ തേടിപ്പിടിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുകയോ പ്രവാചകനെതിരെ സംസാരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആ കാലഘട്ടത്തിൻ്റെ തിന്മകൾക്കെതിരെ പടവാളെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ നിന്ന് പ്രവാചക ദൗത്യം കൊണ്ട് നിങ്ങളെ സുരക്ഷിതരാക്കുകയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.